എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കട്ടെ. ഗാർഡൻ്റെ കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ദോശയെക്കുറിച്ച് കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദോശ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ അരി ഉഴുന്ന് ഉപയോഗിച്ചാണല്ലോ ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് അതിൽ നിന്ന് ഡിഫറൻ്റായിട്ട് അരി ഉപയോഗിക്കാതെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അരി ഉപയോഗിക്കാതെ പകരം ഉഴുന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉഴുന്നും അതിനോടൊപ്പം തന്നെ ഞാൻ ചെറുപയറും റാഗിയും കൂടെ ചേർത്തിട്ട് അരച്ചാണ് ദോശമാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൂടുതൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കണമെന്ന് എല്ലാ ഡോക്ടേഴ്സും ഒക്കെ പറയുമ്പോൾ ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും മറ്റ് രോഗങ്ങളൊക്കെ ഉള്ളവർ കാർബോഹൈഡ്രേറ്റ് ഒരു ചെറിയ തോതിൽ മാത്രം ദിവസം യൂസ് ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ചോറ് കഴിക്കുന്നവരാണല്ലോ സാധാരണ മലയാളികൾ. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് എന്തായാലും കുറച്ച് ചോറൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം കുറച്ച് കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ദോശയ്ക്ക് ഇന്നലെ രാത്രി ഞാൻ ഒരു 9 മണിക്ക് ഇട്ടത് 1/2 ഗ്ലാസ് ഉഴുന്നും 1/2 ഗ്ലാസ് ചെറുപയറും 1/4 ഗ്ലാസ് റാഗിയും കൂടെ അത് രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ട് ഇന്ന് രാവിലെ 7 മണിക്ക് ഞാനത് അരച്ച് മാവാക്കിയതാണ് ഈ കാണുന്നത്. അത് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ദോശയായിട്ട് ചുടുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഇത് കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കും. കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തലേന്നേ അരച്ച് വെച്ച് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ഒത്തിരി തിക്കും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസും ആവരുത്. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു ഇതിലായിട്ട് നമ്മൾ അരച്ചെടുക്കുക വേണ്ടത്. വെള്ളം ഒരുപാട് യൂസ് ചെയ്യാതെ കുറച്ച് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നല്ല ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുമ്പോൾ ഇത് നമുക്ക് ചട്ടണിയോ പിന്നെ സാമ്പാറോ എന്ത് കറിയാണ് നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉപയോഗിക്കുന്ന ആ കറി കൂട്ടി നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നല്ല ദോശ ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ദോശ ചുട്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ദോശ ഇടാനായിട്ട്. ഇപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് മീൻകറി ആയിരിക്കും. എനിക്ക് മീൻകറി ദോശ കഴിക്കാൻ, സാമ്പാറോ ദോശയോ മീൻകറി ദോശയൊക്കെ കഴിക്കാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എനിക്കതാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ദോശ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് വെച്ച് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ദോശയ്ക്കായിരിക്കും ഈ മാവ് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് എനിക്ക്. ഇഡ്ഡലി ഞാനിത് വെച്ച് ചെയ്തില്ല, ഞാൻ ദോശയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. വീട്ടമ്മമാർ പ്രത്യേകിച്ചും നല്ല ജോലി തിരക്കും വീട്ടിലെ കാര്യങ്ങളും മക്കളെ നോട്ടും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെ നമുക്ക് ഒത്തിരി തിരക്കുള്ള വീട്ടമ്മമാരാ എല്ലാവരും പൊതുവെ പറയുമ്പോൾ. പക്ഷേ നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണമല്ലോ. ആരോഗ്യം കൂടെ ശ്രദ്ധിക്കാൻ നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുകയും ചെയ്തില്ലേ പിന്നെ ആര് നമ്മളെ ശ്രദ്ധിക്കാനാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൂടുതലും നമ്മൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കാനും നമ്മളെ സ്നേഹിക്കാനും നമ്മുടെ വീട്ടുകാരും മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതോടൊപ്പം നമ്മുടെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാലേ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശരിയായിട്ട് മുന്നോട്ട് പോകുന്നുള്ളല്ലോ. പിന്നെ പറഞ്ഞത് കൂടിപ്പോയോ എന്ന് തോന്നുന്നു. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും ഇങ്ങനെ ദോശ ഉണ്ടാക്കാനൊന്ന് ശ്രമിച്ച് നോക്കും. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ജീവിത പങ്കാളിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ നമ്മൾ കൂടുതൽ റിലാക്സ് ചെയ്ത് ഞാൻ പ്ലാന്റ്സൊക്കെ ഒത്തിരി നടുന്ന ആളായതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മൾ പ്രെയർ ടൈമൊക്കെ കണ്ടെത്തുക. ഏത് മതമൊന്നുമില്ല, എല്ലാ മതത്തിൽപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ സമയമൊക്കെ കണ്ടെത്തുകയും നമ്മൾ റിലാക്സ് ചെയ്യുകയും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം വിട്ടുപോയി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ. വീണ്ടും കാണാം.